Good afternoon to all. Good afternoon, ma'am. Good afternoon, ma'am. Okay, start ചെയ്യാം നമുക്ക്. Start with prayer. Prayer. My name is Aina Varghese. അമ്മയ്ക്കും അച്ഛനും ആദ്യ പ്രണാമം ആചാര്യന്മാർക്കും സൂര്യപ്രണാമം ചെങ്ങാതിമാർക്കും മറ്റുള്ളവർക്കൊക്കെയും മംഗളം സ്നേഹപ്രണാമം സർവസൃഷ്ടാവാം ജഗദീശ പ്രണാമം അമ്മയ്ക്കും അച്ഛനും ആദ്യ പ്രണാമം. Okay. And then Good afternoon, all. Good afternoon, ma'am. നമ്മുടെ മോണ്ടിസോറി ഇന്ന് ക്ലാസ് എടുക്കാൻ വന്ന അശ്വതി മാമിനും ബാക്കിയുള്ള എല്ലാ ഫ്രണ്ട്സിനും ക്ലാസ്സിലേക്ക് സ്വാഗതം. okay. Then third of three. എന്താണ് ഭയങ്കര സ്ലോ ആണല്ലോ, എന്ത് പറ്റി? തോട്ടത്തിലെ ആരാ പറയാ? ആരുല്ല? കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? Am I audible? Yes, ma'am. Yeah. Okay. Thought of three ആരെങ്കിലും പറയുന്നുണ്ടോ? ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക്. ഞാൻ പറയാം മാം. വിദ്യ. Yeah, okay. Thought of the day. Keep your face always toward the sunshine and shadow will fall behind you. I repeat my thought. Keep your face always toward the sunshine and shadow will fall behind you. Thank you. Okay, okay, വിദ്യ. So, ക്ലാസ്സിലേക്ക് പോവാട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് ചുമ്മാ വർത്താനം പറഞ്ഞിരുന്നു അല്ലേ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാലോ. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് കുറച്ച് വേർബ് അല്ലെ, ഇറഗുലർ വേർബ് ആണ് എഴുതിക്കൊണ്ടിരുന്നത്. സോ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. Take your notebook and write down the continuation of irregular verb. Okay. First word is hide. Hide, hid, hidden. Hide, hid, hidden. Hold, held, held. Keep, kept, kept. Now, new, not. Now, new, not. Lead, led, led. Lead, left, left. Lend, land, land. Pronunciation same ആണ്, പക്ഷേ ഇതാണ് spelling correction. Okay. Then lost, lost, lost.
lost. Make, mean, meant, meet, met, meet, met, paid, read, read. Spelling എല്ലാം സെയിം ആണെങ്കിലും പ്രൊണൗൺസിയേഷൻ ഡിഫറെന്റ് ആണ് കേട്ടോ. Read, read. Write, wrote, read on. Write, wrote, read on. Ring, rang, rang. Rice, rose, rice on. Run, ran, run. Saw, sewed, saw. Saw, sewed, saw. Say, said, said. See, saw, seen. Seek, sought, sought. Sell, sold, sold. Send. Soon. Yeah, soon. Shake, shoot, shaker. Shine, shone, shone. Sing, sang, sung. Sing, sang, sung. Sit, sat. Yeah, okay. Okay, is it finished? Okay, അലീന കുറച്ച് സ്റ്റാർട്ട് ചെയ്തല്ലോ. അലീന എവിടെ മുതൽ എഴുതിയെന്ന് പറയാവോ? അലീന യൂസഫ്. ലീവ് ഔട്ട് എഴുതി മിസ്സേ. അവിടെ നിന്നിട്ടാണ് തുടങ്ങിയത്. എവിടെയാണ്? ഹൈഡോടിങ്ങാണ് എഴുതിയേ. പറയൂ, ഹൈഡ് തുടങ്ങിയാണ് എഴുതിയത്. എഴുതി കഴിഞ്ഞല്ലോ അവരും.
Okay, then write down the meaning. മാം ഇപ്പോഴാ ഞാൻ കേറിയത്, എനിക്ക് കിട്ടിയില്ലത്. Send ചെയ്യാട്ടോ. ഓക്കെ. മാം പിന്നെ ഒരു ഡൗട്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കേറിയില്ലായിരുന്നു, അപ്പൊ ഇയർ വരായിരുന്നു എഴുതിയത്, അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നോ? കഴിഞ്ഞ ക്ലാസ്സിൽ നോട്ട്സ് ഉണ്ടായില്ല കേട്ടോ, ക്ലാസ്സിൽ എടുത്തില്ല. ഇല്ലായിരുന്നല്ലോ. അപ്പൊ ഹിയർ കഴിഞ്ഞുള്ളതാണോ ഇപ്പൊ കൊടുക്കുന്നത്? ഏതോ മറ്റേ ഹിയർ കഴിഞ്ഞുള്ളതാണോ മാം ഇപ്പൊ എഴുതുന്നത്? കഴിഞ്ഞതിന് മുന്നത്തെ ക്ലാസ് മുതലാണ് എഴുതുന്നേ. കഴിഞ്ഞ ക്ലാസ് ഒന്നും എടുത്തില്ല കേട്ടോ. കഴിഞ്ഞ ക്ലാസ് എന്ന് പറയുമ്പോ ഇംഗ്ലീഷ് ക്ലാസ് ഞാൻ നോക്കാം. എന്റെ ക്ലാസ് ഉദ്ദേശിക്കുമ്പോ ഞാൻ ഫ്രൈഡേ ക്ലാസ്സിൽ വന്നിരുന്നു, അതാണോ ഉദ്ദേശിക്കുന്നേ? അല്ലാതെ കഴിഞ്ഞ ഇംഗ്ലീഷ് ക്ലാസ് ആണോ? അത് കഴിഞ്ഞ ഫ്രൈഡേ ആണോ? ഫ്രൈഡേ ആണെങ്കിൽ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഫ്രൈഡേ ക്ലാസ്. ഫ്രൈഡേ ആണെങ്കിൽ ഒന്നും എടുത്തില്ല. ഓക്കെ. ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, നോക്കി എഴുതാണേ എല്ലാവരും. ഓക്കെ, മീനിങ് എഴുതാം. ഹൈഡ്, ഹൈഡ് എന്താ? ഒളിച്ചു വെക്കുക. ഓക്കെ, ഹൈഡ് ഒളിച്ചു വെക്കുക, ഹൈഡ് ചെയ്യുക അല്ലെ, ഒളിച്ചു വെക്കുക. ആൻഡ് ഹോൾഡ് എന്താ? ഹോൾഡ് ചെയ്യുക, പിടിക്കുക അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യുക, പിടിക്കുക എന്ന് പറയാം. ജസ്റ്റ് ഹോൾഡ് ഓൺ എന്നൊക്കെ പറയില്ലേ, ഇത് വെയിറ്റ് ചെയ്യുക, ആ രീതിയിലൊക്കെ പറയാട്ടെ ഹോൾഡ്. ഓക്കെ, ആൻഡ് ദെൻ കീപ് എന്താ? സൂക്ഷിക്കുക. സൂക്ഷിക്കുക. Then മാം പറയാലോ, കീപ് ദിസ് ബുക്ക് അങ്ങനെ വെക്കാനും നമ്മൾ പറയാലോ വേർഡ് ലൈക് വെക്കുക, ലൈക് കീപ് ദിസ് ബുക്ക് ദേർ. വെക്കുക പറയാം. മിസ് ഇത് ഏത് ഇതാണ് ഹെഡിങ് എന്താ അതിന്റെ? ഹെഡിങ് ഒന്നുമില്ല മഞ്ജു, കണ്ടിന്യൂഷൻ ആണ്. അതിന് മുന്നേ കുറച്ച് വേർഡ്സ് ഉണ്ടായിരുന്നു, അതിന്റെ കണ്ടിന്യൂഷൻ ആണ്. ഞാൻ കേറാൻ പറ്റിയില്ലായിരുന്നു. And then നോ അറിയുക. ലീഡ് എന്താണ്? ലീഡ് ചെയ്യുക, നേതൃത്വം വഹിക്കുക. നമ്മൾ ഓരോ ഇംഗ്ലീഷ് വേർഡ്സിനും പല രീതിയിലും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഒരു മീനിങ്ങിൽ പറയാൻ പറ്റില്ല അല്ലെ. അപ്പോ എക്സാക്ട്ലി അല്ലെങ്കിൽ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന കുറച്ച് മീനിങ്സ് മാത്രമേ പറയുന്നുള്ളേ. അപ്പൊ ലീഡ് എന്താണ്? നേതൃത്വം വഹിക്കുക. ലീവ് എന്താണ്? ലീവ് ചെയ്യുക, വിടവാങ്ങുക ഒക്കെ പറയില്ലേ, പോകുക. And then lend, lend എന്താ? കടം കൊടുക്കുക, lend കടം കൊടുക്കുക. ലോസ് നഷ്ടപ്പെടുക അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തുക, നഷ്ടപ്പെടുക. ലോസ്. And make എന്താ? ഉണ്ടാക്കുക, make ഉണ്ടാക്കുക. മാം അത് കഴിഞ്ഞിട്ട് പിന്നെയും നോ കഴിഞ്ഞിട്ട് മാം ഒരു പ്രാവശ്യം കൂടി ലെൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിന്റെ ലെൻഡ് എന്നാ പറഞ്ഞത്. രണ്ട് പ്രാവശ്യം LEAD, അത് കഴിഞ്ഞിട്ട് LED, പിന്നെ അത് അടുത്ത വന്നിരിക്കുന്ന LEND, LENT, ലെൻഡ്. ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാണോ, ലെൻഡ് തന്നെയാണ്. പിന്നെ പറ ലീഡ് ആണ്, ലെഡ് ആണ്. ഓക്കെ, ലീഡിന്റെ പാസ്റ്റ് LED ആണ്. അതായിരിക്കാം കേട്ടത്.
First, lead, let. Then leave, left. Then lend. അതിനുശേഷം lost. Okay, correct അല്ലേ? Yes, ma'am. Then make ഉണ്ടാക്കുക. Mean എന്താ? Mean, what do you mean? നീ എന്താണ് വിചാരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നേ. What do you mean? അർത്ഥം പറയോ? അർത്ഥം എന്നും പറയാം, വിചാരിക്കുക പറയാം. എന്താ അർത്ഥാക്കുന്നത് എന്തെങ്കിലും പറയാലോ. What do you mean? സോ ആ രീതിയിൽ എഴുതാട്ടോ. Then meet അറിയാലോ, കണ്ടുമുട്ടുക. മീറ്റ് കണ്ടുമുട്ടുക. പേ അറിയാം, പേ ചെയ്യുക അല്ലെ. പേ. റീഡ് അറിയാം. റൈഡ് എന്താണ്? റൈഡ് പോവാന്ന് പറയുന്നത് ബൈക്ക് റൈഡ്, സവാരിയാണല്ലേ. റൈഡ് തന്നെ പറയാൻ മതി കേട്ടോ, റൈഡ്. Then റിങ് അറിയാം, മണി അടിക്കുക, ബെല്ലടിക്കുക. റിങ്. റൈസ് എന്താ? ഉദിക്കുക കേട്ടോ, റൈസ് ഉദിക്കുക. റൈസ് ഉദിക്കുക. റൺ അറിയാം. സോ അറക്കുക കേട്ടോ, മുറിക്കുക എന്ന് പറയില്ല, അറക്കവാള വെച്ചിട്ട് അറക്കുക എന്ന് പറയില്ലേ, ആ ഒരു ഇതിലാണ് കേട്ടോ ആ വേർഡ് വന്നിരിക്കുന്നത്. അറക്കുക. മീൻസ് സോ എന്ന് പറഞ്ഞാൽ കാണുക, അങ്ങനെ നോക്കുക, അങ്ങനെയില്ലേ? അത് വേറെ വേർഡ്, സെയിം സ്പെല്ലിംഗ് തന്നെയാണ്, പക്ഷെ വ്യത്യാസം, മീനിങ് വ്യത്യാസം വരും കേട്ടോ. സോ അറക്കവാളെന്നും പറയാം, മറക്കുക എന്നൊക്കെ പറയാം. ഓക്കെ, നെക്സ്റ്റ് സേ പറയുക. സീ കാണുക. അതിലാണ് സോ കണ്ടു എന്ന് പറയാം. ഓക്കെ, സീ കാണുക, സോ കണ്ടു. സീ സോ സീ. ഓക്കെ, തേടുക, അന്വേഷിക്കുക. സീക്ക്. സെല്ല് വിൽക്കുക. സെൻഡ് അയക്കുക. സെൻഡ് അയക്കുക. സ്യൂ തയ്ക്കുക, തുന്നുക എന്നൊക്കെ പറയാം. ഷേക്ക് എന്താ? ഷേക്ക് ചെയ്യുക. മീനിങ് ഞാൻ എന്താ പറയാ? ഓക്കെ, ഷേക്ക് ചെയ്യുക. ഷൈൻ എന്താ? തിളങ്ങുക, പ്രകാശിക്കുക എന്നൊക്കെ പറയാം. ഷൈൻ. സിങ്ക്. സിങ്ക് മുങ്ങിത്താഴുക, മുങ്ങിപ്പോവുക എന്ന് പറയുക. സിങ്ക്. ഷേക്ക് കൊലുക്കുക എന്നൊക്കെ പറയാം. സിംഗ് പാടുക അറിയാലോ, സിംഗ് മുങ്ങുക. സ്വിച്ച് അറിയാം. ഓക്കെ, മീൻസ് SINK സിങ്ക് എന്താണ്? SINK സിങ്ക്, മുങ്ങുക, വെള്ളത്തിൽ മുങ്ങുക. ഓക്കെ, മുങ്ങുക ഇല്ലെങ്കിൽ ഫ്ലോട്ട് ചെയ്യുവാണെന്ന് പറയാം. അടുത്ത് എഴുതാട്ടോ. നെക്സ്റ്റ് വേർഡ് എഴുതാം. സ്ലെപ്റ്റ്. സ്ലിഡ്.
Sling, slang, slung. Saw, sawed, sawn. Speak, spoke, spoken. Spend, spent, spent. Stand, stood, stood. Steal, stole, stolen. Stick, stuck, stuck. Sting, stung, stung. Stride, strode, stridden. Strive, strove, striven. Sweep, swept, swept. Swim, swam, swam. Swing, swam, swam. Take, took, take on. Teach, taught, taught. Tell, told, told. Think, thought, thought.
throw, through, thrown. Understand, understood, understood. Where, war, born. Weep, wept, wept. Win, born, born. Bring, brang, brung. Okay. Okay, meaning എഴുതാ. ഓക്കെ മിസ്. Yes. Sleep പറയാലോ. Sleep ഉറങ്ങുക. Slide. വഴുതുക. തെന്നുക എന്നൊക്കെ പറയില്ലേ. സ്ലിംഗ് എന്താ? സ്ലിംഗ് കെട്ടിത്തൂക്കുക. കെട്ടിത്തൂക്കുക എന്നാണ് കേട്ടോ സ്ലിംഗ്. Then sow, വിതയ്ക്കുക, വിത്ത് വിതയ്ക്കുക. അതറിയില്ലേ? അപ്പൊ വിതയ്ക്കുക എന്നാണ് കേട്ടോ. So സ്പീക്ക് അറിയാലോ. സ്പീക്ക് അറിയാം. സെൻഡ് അറിയാം. സ്പെൻഡ് അറിയാലോ. സ്റ്റാൻഡ് അറിയാലോ. തിരിച്ച് പറയണ്ടല്ലോ. സ്പീക്കർ, സ്പെൻഡർ, സ്റ്റാൻഡ്. സ്റ്റീൽ. സ്റ്റീൽ എന്താ? മോഷ്ടിക്കുക. സ്റ്റീൽ മോഷ്ടിക്കുക. സ്റ്റിക്ക് ഒട്ടിപ്പിടിക്കുക. സ്റ്റീൽ കുത്തുക. സ്ട്രൈഡ് എന്താണ്? അധ്വാനിക്കുക, പരിശ്രമിക്കുക, കഷ്ടപ്പെടുക. സ്ട്രൈഡ്. സ്ട്രൈഡ് സ്ട്രൈഡ് കവച്ചു കടക്കുക എന്ന് പറയും, അല്ലെങ്കിൽ കുതിച്ചു ചാടുക. അതാണ് കേട്ടോ സ്ട്രൈഡ്. ഓക്കെ, സ്ട്രൈവ് ആണ്. അപ്പൊ സ്ട്രൈഡ് എന്താ? കുതിച്ചു ചാടുക അല്ലെങ്കിൽ കവച്ചു കടക്കുക എന്ന് പറയാം. സ്ട്രൈഡ്. ഓക്കെ, അതിന്റെ സ്ട്രൈവ് ആണ് ഞാനിപ്പോ പറഞ്ഞത്. പരിശ്രമിക്കുക, അധ്വാനിക്കുക. അതാണ് സ്ട്രൈവ്. സ്വീപ്പ്. സ്വീപ്പ് എന്താ? അടിച്ചു കയറുക. സ്വിം അറിയാലോ. സ്വിങ് എന്താ? ഊഞ്ഞാലാടുക.
ആടുക എന്ന് പറയാം. സ്വീം അങ്ങനെയല്ല, ആടുക. Then take എടുക്കുക, ടീച്ച് പഠിപ്പിക്കുക, tell പറയുക, think ചിന്തിക്കുക, ത്രോ വലിച്ചെറിയുക, എറിയുക, അണ്ടർസ്റ്റാൻഡ് മനസ്സിലാക്കുക, വേർ ധരിക്കുക. അറിയാവുന്നല്ലേ അതൊക്കെ അല്ലെ? സ്വിം ആടുക, ടേക്ക് എടുക്കുക, ടീച്ച് പഠിപ്പിക്കുക, ടെൽ പറയുക, തിങ്ക് ചിന്തിക്കുക, ത്രോ എറിയുക, അണ്ടർസ്റ്റാൻഡ് മനസ്സിലാക്കുക, വെയർ ധരിക്കുക, വീപ്പ് കരയുക, വിൻ ജയിക്കുക, റിംഗ് ഞെരിക്കുക. ഏതെങ്കിലും കിട്ടാത്ത വേർഡ് ഉണ്ടെങ്കിൽ ചോദിക്കൂ കേട്ടോ. വീപ്പ് തള്ളുക എന്നാണ് മിസ്. വീപ്പ് കരയുക. WEEP. WEEP കരയുക. Please repeat. കരയുവാണോ അതോ തുടയ്ക്കുവാണോ? കരയുക. മാം വീപ് ദിസ് ഫ്ലോർ, വൈപ്പ് ദിസ് ഫ്ലോർ സെയിം അതല്ലേ? ഏതായിരുന്നു? സ്വീപ്പാണ് ഉദ്ദേശിച്ചേ? വൈപ്പ് വീപ്പ് തുടയ്ക്കുവാന്നല്ലേ? അത് വൈപ്പ്, ഇത് വീപ്പ്. വൈപ്പ് വേറെ, വീപ്പ് വേറെ. വീപ്പ് കരയുക എന്നാണ്, വൈപ്പ് തുടയ്ക്കുക എന്നാണ് കേട്ടോ. സ്പെല്ലിംഗ് വ്യത്യാസമുണ്ട്. WIPE ആണ് വൈപ്പ്, തുടയ്ക്കുക. ഞെരുക്കുക, ഞെരുക്കുക എന്ന് പറയും. ബ്രിങ്. ഓക്കെ, കഴിഞ്ഞോ? കഴിഞ്ഞു. യെസ്. അപ്പൊ വായിക്കാട്ടോ. പേര് ടെക്സ്റ്റ് ചെയ്യൂ. നമ്മുടെ വേർബ്സ് എല്ലാം കംപ്ലീറ്റ് ആയി. ഇന്നത്തോടുകൂടി ക്ലാസ് കഴിഞ്ഞു. ക്ലാസ് മീൻസ് വേർബ്സ് കഴിഞ്ഞു. സോ എല്ലാവരും വായിക്കാം. ഓക്കെ, ആരും വായിക്കാതിരിക്കണ്ട, എല്ലാവരും വായിക്കണം. സോ പേര് ടെക്സ്റ്റ് ചെയ്യൂ കേട്ടോ. ഞാൻ വായിക്കട്ടെ, ടെസ്റ്റ് ചെയ്യണം. ബാക്കി എല്ലാവരും പേര് ടെക്സ്റ്റ് ചെയ്യണേ. ഞാൻ ഓരോരുത്തരോടെ വിളിക്കാം. ഓക്കെ, വായിക്കട്ടെ. 5 വർഷം. Hide, hid, hidden. Hold, held, held. Keep, kept, kept. Lead, led, led. Leave, left, left. Lend, lent, lent. Lose, lost, lost. Make, made, made. Mean, meaned, meaned. Meet, met, met. Pay, paid, paid. Ride, rode, ridden. Ring, rang, rang. Rise, rose, risen. Run, ran. റൺ. അത് ശരിയാണ് മിസ്, എല്ലാം എ പോലെ ഇരിക്കണം. ഞാൻ എഴുതിയത് റൺ, 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 റാൻ, റൺ ആണോ? ഓടുക. ആ. സ്വ, സ്വാഡ്, സ്വാൻ. സേ, സെഡ്, സെഡ്. സീ, സോ, സീൻ. സീക്ക്, സോട്ട്, സോട്ട്. സെൽ, സോൾഡ്, സോൾഡ്. സെൻഡ്, സെൻഡ്, സെൻഡ്. സ്യൂ, സ്യൂഡ്, സ്വേൻ. ഷെയ്ക്ക്, ഷൂക്ക്, ഷെയ്ക്കൺ. Shine, shone, shone. Sing, sang, sang. Sing, sang, sang. Sit, sat, sat. Sleep, slept, slept. Slide, slid, slid. Sling, slang, slang. Saw, sawed, saw. Speak, spoke, spoken. Spend, spend, spend. Stand, stood, stood. Steal, stole, stolen. Stick, stuck, stuck. Sting, stung, stung. Strid, strode, stridden. Strive, straw, striven. Sweep, swept, swept. Swim, swan, swan. Swing, swang, swang. Take, took, taken. Teach, thought, thought. Tell, told, told. Think, thought, thought. Throw, threw, thrown. Okay, Understand. Manju. Thank you, Miss. Yeah. Then Prasida. Hide, hid, hidden. Hold, held, held. Keep, kept, kept. Know, knew, known. Led, lead, led, led. Leave, left, left. Lend, lend, lend. Lost, lost, lost.
make, made, made, mean, meaned, meaned, meet, met, met, pay, paid, paid, read, 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 ride, rode, ridden, ring, rang, rung, Okay. rise, rose, risen. Okay, Prasida. Okay, ma'am. Then Anusri, continuation വായിക്കുക. Okay, ma'am. Meet, met, met, pay, paid, paid, read, 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 ride, rode, rhythm, ring, rang, rung, rise, rose, risen, run, run, ran, run, saw, sowed, sown, say, said, said, see, saw, seen, seek, sought, sought, sell, sold, sold, send, 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 hew, hewed, hewn, shake, shook, shaken, shine, shone, shown, sing, sang, sung, sing, sang, sung, sit, sat, sat, Okay. sleep. Okay. Okay, then Vidya. Yes, ma'am. Stand, stood, stood. Steal, stall, stolen. Stick, stuck, stuck. Sting, stung, stung. Stride, strode, striden. Strive, strove, striven. Sweep, swept, swept. Swing, swam, swum. Swing, swang, swung. Take, took, taken. Teach, taught, taught. Tell, told, told. Think, thought, thought. Throw, threw, thrown. Understand, understood, understood. Wear, wore, worn. Weep, wept, wept. Win, won, won. Ring, rung, rung. We. Okay. Okay, Vidya. Thank you, ma'am. Then Anju. Anju Rakesh. വായിക്കട്ടെ. Hide, hid, hidden, hold, held, held, keep, kept, kept, no, known, no, no, knew, known, lead, led, led, leave, left, left, lend, lent, lent, lost, 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 make, made, made, mean, meant, meant, mean, meet, 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 met, met, pay, paid, paid, read, 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 write, wrote, ridden, ring, rang, rung, rise, rose, risen, run, ran, run, Okay, so, Anju. Reena. See, saw, seen, seek, sought, sought, sell, sold, sold, send, 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 sow, Reena, ready to know the soon, shake, shook, shaken, shine, shone, shone, sing, sang, sung, sing, sang, sung, sit, sat, sat. എന്തോ Okay. വായിച്ചോളൂ. കേട്ടില്ല മാം? ഈ അറീന വായിച്ചോളൂ. റേഞ്ച് ഇടക്ക് പോകുന്നുണ്ടായിരുന്നു. Let, slide, slip, sling, slung, flung, sewed, sewed, sewn, speak, spoke, spoken, spend, spent, spent, stand, stood, stood, steal, stole, stolen, stick, stuck, stuck, sting, stung, stung, stride, trod, trodden, strive, strove, striven, stand, stood, stood, steal, stole, stolen, stick, stuck, stuck, sting, stung, stung, stride, trod, trodden, strive, strove, striven, sweep, swept, swept, swim, swam, Okay, Reena. swum, swing, swung, swung, take, Next, Alfia. Sweet, sweat, sweat, swim, swam, swum, take, took, taken, teach, thought, thought, tell, told, told, think, thought, thought, throw, threw, thrown,
understand, understood, understood, wear, wore, worn, weep, wept, wept, win, won, won, ring, wrong, wrong. First note വായിക്കും ടീച്ചർ. Okay. Yeah. And Anupriya. Anupriya. അയ്യോ സോറി മിസ്, മ്യൂട്ട് ഓൺ അൺമ്യൂട്ട് ചെയ്യാൻ മറന്നുപോയി. ഹൈഡ് hide, hidden, hold, held, keep, kept, know, knew, known, lead, led, leave, left, lent, lent, lost, make, made, mean, meant, meet, met, pay, paid, read, ride, rode, ridden, ring, rang, rise, rose, risen, run, ran, sow, sowed, sown, say, said, see, saw, seen, seek, sought, sell, sold, send, sent, sued, shake, shook, shaken, shine, shone, sing, sang, sung, sing, sang, sung, sink, sang, sung. Yeah, okay, Anupriya. Then Sweetie. Sit, sat, sleep, slept, slide, slid, sling, slung, saw, sawed, sown, speak, spoken, spent, spent, stand, stood, steal, stolen, stick, stuck, sting, stung, stride, strode, stridden, strive, strove, striven, sweep, swept, swim, swam, swun, swing, sung, take, took, taken, teach, taught. Okay, Sweetie. Yeah. Okay. Anjana. Told, think, thought, throw, through, thrown, understood, wear, wore, worn. ഇത്ര ഞാൻ എഴുതിയിട്ടുള്ളൂ. Yeah, okay, Anjana. Then Maya. Weep, worn, wept, win, won, bring, rung. ആദ്യം വരെ വായിക്കട്ടെ മിസ്സേ. Yeah, also. Hide, hidden, hold, held, keep, kept, know, knew, known, lead, led, leave, left, lend, lose, make, made, mean, met, pay, paid, read, ride, Okay, rode, Maya. ridden. Then Srividya. Ring, rang, rise, rose, risen, run, ran, sowed, say, said, see, saw, seen, seek, sought, sell, sold, send, sue, sued, shake, shook, shaken, shine, shone, sing, sang, sung, sink, sang, sung, sit, sat, sleep, slept, slide, slide, sling, slung, sow, sowed, sown, speak, spoken, spend, spent, stand, stood, steal, stolen, stick, stuck, sting, stung, stride, stridden, strive, striven. Okay. Yeah, Srividya. Then Shamsina. Strive, strove, striven, sleep, sept, sim, swam, sum, sing, sang, sung, take, took, taken, teach, taught, tell, told, think, thought, throw, through, thrown, understand, understood, wear, wore, worn, weep, wept, win, won, ring, rang. Okay, Shamsina. Okay. So നമ്മുടെ verb chapter complete ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ടെൻസ് അറിയാതെ കുറച്ച് പോർഷൻസ് ഒന്നും അതിലെടുക്കാൻ പറ്റില്ല.
സോ തൽക്കാലം നമുക്കതിപ്പോ മാറ്റി വെക്കാം. അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ യൂണിറ്റ് 6 ആണ് കേട്ടോ, ഒബ്ജക്റ്റീവ് ആണ്. ദെൻ ഫോർത്ത് ചാപ്റ്റർ ടെൻസും, അഞ്ചാമത്തേതോ ആർട്ടിക്കിൾ ആണ്. സോ ഇത് രണ്ടും ടെൻസ് ഇല്ലാതെ നമുക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ടെൻസിന് മുന്നായിട്ട് പഠിക്കേണ്ട കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്, അതിലേക്ക് പോവാണ് കേട്ടോ. ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ആണ്, ഒബ്ജക്റ്റീവിലേക്ക് പോവാണ്. സോ എനിക്കൊരു 4 പേര് വേണം. ഞാൻ സെലക്ട് ചെയ്യട്ടെ. ഓക്കെ, പ്രസീത. ഫസ്റ്റ് പ്രസീത, നിസി, and വിദ്യ, ശ്രീവിദ്യ. ഓക്കെ, 4 പേര്. ഓക്കെ, ക്ലിയർ? ആരൊക്കെയായിരുന്നു? പ്രസീത, നിസി, വിദ്യ ആൻഡ് ശ്രീവിദ്യ. ഈ 4 പേര് ഒരു ഗ്രൂപ്പാണ് കേട്ടോ. നിങ്ങളൊരു ഗ്രൂപ്പാണ്, നോട്ട് ചെയ്ത് വെക്കുക. 4 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ക്ലിയർ? ഓക്കെ അല്ലേ? മനസ്സിലായോ? Okay, ma'am. മാം നെയിം ഒന്നും കൂടി പറയാം മാം, നോട്ട് ചെയ്തിട്ടില്ല. Yeah, Prasida. And first one is you. Prasida and Nisi. Nisi എന്നാണ് ഇവിടെ കാണുന്നത്. Nisi and Vidya and Srividya. നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. 4 പേരും കൂടെ ഒരു ഗ്രൂപ്പാണ് കേട്ടോ. അപ്പോ ഈ 4 പേര് ഗ്രൂപ്പ് നമ്പർ 1. നമ്പേഴ്സ് ഒന്നുമില്ല, ഗ്രൂപ്പാണ്. അപ്പോ ഈ യൂണിറ്റ് 6 എടുക്കേണ്ടത് ഈ 4 പേരും കൂടിയാണ് കേട്ടോ. ഓക്കെ, യൂണിറ്റ് 6 adjective, adjective phrase and adjective clause. 4 പേരും കൂടെ ക്ലാസ് എടുക്കണം. ഓക്കെ, ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആക്കണ്ട. നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്ട് ചെയ്തിട്ട് ഏതൊക്കെ പോർഷൻസ് ആരൊക്കെ എടുക്കണം, എങ്ങനെ ക്ലാസ് എടുക്കണം, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തുവാണ് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും, പക്ഷെ ക്യാമറ ഓൺ ചെയ്യണം, മസ്റ്റ് ആണ്. ടീച്ചേഴ്സ് എങ്ങനെയാ ക്ലാസ് എടുക്കുക, ആ രീതിയിൽ വേണം ക്ലാസ് എടുക്കാൻ. ഓക്കെ, ക്ലിയർ? പിന്നെ പറയാനുള്ളത്, ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ടെക്സ്റ്റിൽ എന്തൊക്കെയാണോ പറഞ്ഞിരിക്കുന്നത് ജസ്റ്റ് അതിനെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് വിത്ത് ആൻ എക്സാമ്പിൾസിലൂടെ ഒക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാം. അത്രയേ ഉള്ളൂ കേട്ടോ. ഒരുപാട് നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. ഒരു ടോപ്പിക്കിനെ കുറിച്ച് പഠിക്കാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ നമുക്ക് വേണ്ടത് എന്താണ്, നമ്മൾ എല്ലാവരും ബിഗിനേഴ്സ് ആണ്. അപ്പൊ അത്രയും കാര്യങ്ങൾ മാത്രം നോട്ട് ചെയ്ത് റെഫർ ചെയ്ത് വരാം ക്ലാസ്. അപ്പൊ അഡ്ജക്റ്റീവ് എന്താണ് അഡ്ജക്റ്റീവ്, അത് എക്സാമ്പിളിലൂടെ ഒക്കെ പറഞ്ഞു കൊടുക്കുക ക്ലാസ്സിൽ. ഓക്കെ, അതുപോലെ അഡ്ജക്റ്റീവ് ഫ്രേസ് എന്താണ്, അതെങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം, സിമ്പിൾ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അഡ്ജക്റ്റീവ് ക്ലോസ് എന്താണെന്നും അതെങ്ങനെ നമുക്ക് എളുപ്പത്തിലൊക്കെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കാം. അത് ഇപ്പൊ ഞാൻ ഇത് പറഞ്ഞ കാര്യമാണ്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെയൊക്കെ ക്ലാസ് എടുക്കാം കേട്ടോ. എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ ഡിഫറെന്റ് വേസ് ഓഫ് ടീച്ചിങ് ആണ് അല്ലെ, പറയാൻ പറ്റില്ല, അതേപോലെ എടുക്കാൻ പറ്റില്ലല്ലോ. സോ എല്ലാവർക്കും അവരുടേതായ കുറച്ച് വേ ഓഫ് ടീച്ചിങ് ഉണ്ട്. സോ ആ രീതിയിലൊക്കെ നന്നായിട്ട് ക്ലാസ് എടുക്കുക. നിങ്ങൾ ടീച്ചറാണ്, നോട്ട് സ്റ്റുഡൻസ്. ഓക്കെ, അതെപ്പോഴും നോക്കിയെത്താവണം. അപ്പൊ ക്ലാസ് എടുക്കുമ്പോ നിങ്ങളുടെ മുന്നിൽ കുട്ടികളാണെന്ന് വിചാരിക്കുക, കുഞ്ഞു മക്കളാണെന്ന് വിചാരിക്കുക. അവർക്ക് എങ്ങനെയാണ് ക്ലാസ് എടുക്കുക, അതേപോലെ ക്ലാസ് എടുക്കുക. എന്നിട്ട് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോ എന്തെങ്കിലും ബോർഡ് ഇല്ലെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതി കാണിക്കുകയോ എന്ത് വേണമെങ്കിലും, എന്ത് ടൂൾസുകളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? 4 ടീച്ചേഴ്സിനോടാണ് ഞാൻ പറയുന്നത്. അപ്പൊ ആ രീതിയിൽ മാക്സിമം നല്ല രീതിയിൽ ക്ലാസ് എടുക്കുക. ഇനി എന്റെ സപ്പോർട്ട് ഉണ്ടാകും കേട്ടോ, ഞാനിവിടെ ഉണ്ടാകും. സോ ക്യാമറ ഓൺ ചെയ്യുക, ക്ലാസ് എടുക്കുക. ഒരു ദിവസം കൊണ്ട് ക്ലാസ് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല, സ്പീഡിൽ പോകണമെന്നൊന്നും നിർബന്ധമില്ല കേട്ടോ. പതുക്കെ ക്ലാസ് എടുത്താൽ മതി, എത്ര ദിവസം എടുത്താലും കുഴപ്പമൊന്നുമില്ല. സ്ലോവിൽ ക്ലാസ് എടുക്കുക, എല്ലാവർക്കും മനസ്സിലാവണം. ഇതിൽ ഡൗട്ട്സ് ഒക്കെ ചോദിക്കും, അത് ക്ലിയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഓക്കെ അല്ലേ? ഓക്കെ മാം. 4 പേരും ഒരു പർട്ടിക്കുലർ മീൻസ് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് എടുക്കേണ്ടത്. അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾ തന്നെ 4 പേരോട് തീരുമാനിച്ചിട്ട് ഏത് പോർഷൻസ് ആരൊക്കെ എടുക്കണം, എങ്ങനെയൊക്കെ എടുക്കണം എന്ന് നിങ്ങൾ തീരുമാനിക്കാം. ഇപ്പൊ ഒരാള് അഡ്ജക്റ്റീവ് എടുക്കുകയാണെങ്കിൽ മറ്റൊരാൾ അഡ്ജക്റ്റീവ് ഫ്രേസ് എടുക്കുക, അടുത്ത ആൾ അഡ്ജക്റ്റീവ് ക്ലോസ് എടുക്കുക. വേറൊരാള് വേണമെങ്കിൽ ഡൗട്ട് ക്ലിയർ ചെയ്യാനും കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാനും ഒക്കെ ആയിട്ട് ഇരിക്കുക.
മനസ്സിലായോ? അങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഡിവൈഡ് ചെയ്ത് നല്ല രീതിയിൽ ക്ലാസ് എടുക്കുക. കാരണം ആ ഒരു ചാപ്റ്റർ നിങ്ങളാണ് എടുക്കുന്നത്. അപ്പൊ മാക്സിമം നിങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റണം അല്ലെ? അപ്പൊ നന്നായിട്ട് റെഫർ ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക, മാക്സിമം നല്ല രീതിയിൽ ക്ലാസ് എടുക്കാൻ നോക്കാം. ഇപ്പൊ ചിലപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ ചിലപ്പോ ഒബ്ജക്റ്റീവ് മാത്രം എടുക്കാൻ പറ്റുമോ അറിയില്ല എനിക്ക്. ഒബ്ജക്റ്റീവ് മാത്രം എടുക്കാൻ പറ്റിയിരിക്കുള്ളൂ. അപ്പൊ അതിൻ്റെതായ ഡൗട്ട് ക്ലിയറൻസും അങ്ങനെയൊക്കെ നടത്താം. കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. ചിലപ്പോ ഞാൻ അടുത്ത നെക്സ്റ്റ് അടുത്ത ക്ലാസ്സിൽ ഒബ്ജക്റ്റീവ് ആണെങ്കിൽ ഓരോ ക്ലാസ്സിൽ ഒബ്ജക്റ്റീവ് ഫ്രേസ് ആയിരിക്കും. അങ്ങനെ ചിലപ്പോ 3 ക്ലാസ് കൊണ്ടായിരിക്കും, ചിലപ്പോ 2 ക്ലാസ്സിൽ തീരാം. മനസ്സിലായോ? അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. സോ ഒരുപാട് ക്ലാസ് ആകും എന്ന് വിചാരിച്ച് സ്പീഡിൽ പോകേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ആരും ജഡ്ജ് ചെയ്യാനിരിക്കുന്നില്ല കേട്ടോ. നിങ്ങളുടെ ക്ലാസ് മോശമാണ് നല്ലതാണെന്നൊന്നും ആരും അങ്ങനെ ജഡ്ജ് ചെയ്യുന്നില്ല. എല്ലാവർക്കും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇതിലൂടെയൊക്കെയാണ് എല്ലാവരും പഠിക്കുക. ഓക്കെ, ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആയിട്ട് മാത്രം എടുക്കുക കേട്ടോ. വേറെ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. കൂളായിട്ട് വന്ന് ജസ്റ്റ് ക്ലാസ് എടുത്തിട്ട് പോവാം. ഓക്കെ, ആരും ആബ്സെന്റ് ആവരുത്. വേറൊന്നും പറയാനില്ല. ആബ്സെന്റ് ആയി കഴിഞ്ഞാൽ ക്ലാസ് മുന്നോട്ട് പോകില്ല. ഓക്കെ, നിങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിങ്ങൾ നന്നായിട്ട് കറക്റ്റ് ആയിട്ട് അത് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ വിനിയോഗിക്കുക. ഓക്കെ, കാരണം നിങ്ങൾ ഒരാൾ ആബ്സെന്റ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ക്ലാസ്സിൽ പോകില്ല. ഒബ്ജക്റ്റീവ് എടുക്കാതെ ഒബ്ജക്റ്റീവ് ഫ്രേസിലൊക്കെ ക്ലോസിലൊക്കെ പോകാൻ പറ്റില്ല. മനസ്സിലായോ? അതുകൊണ്ട് ഒബ്ജക്റ്റീവ് എടുക്കേണ്ട ആള് കറക്റ്റ് ആയിട്ട് പ്രസന്റ് ആകാം, ക്ലാസ് എടുക്കാം. ഓക്കെ, ഒന്നും മിണ്ടാത്ത ടെൻഷൻ ഉണ്ടോ? ഇല്ലല്ലോ. വെരി ഗുഡ്. വിദ്യ ആൻഡ് ശ്രീവിദ്യ ഒന്നും മിണ്ടത്തില്ലല്ലോ. ഒഴിയല്ലേ? ഉള്ളൂ. ഇനി ഓരോ ചാപ്റ്റേഴ്സ് എല്ലാവർക്കും തരും കേട്ടോ. കാരണം ഇത്രയും നാളും ഞാൻ ക്ലാസ് എടുത്തു, നിങ്ങൾ ക്ലാസ് എടുക്കണ്ടേ? ടീച്ചേഴ്സ് അല്ലേ നിങ്ങള്? ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇങ്ങനെയാണ് എല്ലാം പഠിക്കുക. പെട്ടെന്ന് എപ്പോഴെങ്കിലും ഇന്റേൺഷിപ്പിൽ പോകണമെങ്കിലോ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് വരാണെങ്കിൽ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഗ്രൂപ്പിന് ഇപ്പൊ നമുക്ക് സെലക്ട് ചെയ്യണോ? ചെയ്യണം. കാരണം പ്രിപ്പയർ ചെയ്യാൻ കുറച്ച് സമയം കിട്ടും. അപ്പൊ വേണമെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ മതിയോ? ചെയ്യാതെ. അപ്പൊ അവർക്കുള്ളത് യൂണിറ്റ് 7 ആണ് കേട്ടോ. 7 ആരൊക്കെയാണ്? ജയശ്രീ, ഓക്കെ. ജയശ്രീ, അലീന യൂസഫ്, പെട്ടു അലീന യൂസഫ്, then ആൽഫിയ സുബി. ഓക്കെ, നിങ്ങൾ 4 പേര്. ഓക്കെ മാം. ഗ്രൂപ്പ് നമ്പർ 2 ചാപ്റ്റർ യൂണിറ്റ് 7 കേട്ടോ. യൂണിറ്റ് 7 ആണ്. അപ്പൊ പറഞ്ഞ പോയൊക്കെ തന്നെ എനിക്കും പറയാനുള്ളൂ. ബാക്കി നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം. ഗ്രൂപ്പ് നമ്പർ 2 ആരൊക്കെയാണ്? ഞാൻ മറന്നു പോട്ടോ, എനിക്ക് ആരെയും ഓർമ്മയില്ല. സോ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം, നിങ്ങൾ തന്നെ പറയണം കേട്ടോ. ജയശ്രീ, അലീന, അൽഫിയ, സുബി. ഗ്രൂപ്പ് നമ്പർ 2. ഓക്കെ, ആൻഡ് ഗ്രൂപ്പ് നമ്പർ 3 ഉണ്ട്. ഗ്രൂപ്പ് നമ്പർ 3 ആരൊക്കെയാ? ആരെ വിളിക്കാം? അടുത്ത ക്ലാസ് സെലക്ട് ചെയ്താൽ മതിയോ? ഗ്രൂപ്പ് നമ്പർ 3. എന്തോ എന്നോടാണോ? ഈ സംഭവം എനിക്കറിയില്ല. അലീന, അൽഫിയ, ഞാനും പിന്നെ വേറെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു. അതാരായിരുന്നു? ജയശ്രീ. And group number 3, Anupriya, Vinci, Manju Rakesh, Shamsina. Okay, Anupriya, Manju Rakesh, Shamsina,
ആരായിരുന്നു? ബിൻസി. ഓക്കെ, 4 പേര്. ഗ്രൂപ്പ് നമ്പർ 3 യൂണിറ്റ് 8 അഡ്വേർബ് ആണ് കേട്ടോ. ഓക്കെ, 2 ഷംസീനുണ്ട്. അപ്പൊ ഷംസീനാണ് കേട്ടോ. ഷംസി എന്നാണ് പ്രൊഫൈൽ നെയിം. ആ ഷംസീനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. 2 ഷംസീനുണ്ടോ ക്ലാസ്സിൽ? ഇപ്പൊ നിലവിൽ ഒരു ഷംസീനേ ഉള്ളൂ കേട്ടോ. അത് ഷംസിയാണേ. ഓക്കെ, ഗ്രൂപ്പ് നമ്പേഴ്സ് ഓർമ്മയുണ്ട്? ഗ്രൂപ്പ് മെമ്പേഴ്സിനെ ഓർമ്മയുണ്ടല്ലോ? മറന്നു പോയത് എനിക്ക് ഓർമ്മയില്ല, ഞാൻ നോട്ട് ചെയ്യുന്നില്ല. ആരെങ്കിലും ഒരാള് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഗ്രൂപ്പ് നമ്പർ 1, 2, 3. ഓക്കെ, ലാസ്റ്റ് പറ ബിൻസിയാണോ? ബിൻസി മനസ്സിലായില്ല. ലാസ്റ്റ് ബിൻസി ആണ്. ബിൻസി ധനീഷ്, ബിൻസി ധനീഷ്, മഞ്ജു രാകേഷ്, ഷംസി. അയ്യോ ഞാൻ പറഞ്ഞല്ലോ, അനുപ്രിയ. അനുപ്രിയ. യെസ്, അനുപ്രിയ. ഓക്കെ, 3 ഗ്രൂപ്പായിട്ടുണ്ട്. 3 ചാപ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. സമയം എടുത്ത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ അഡ്ജക്റ്റീവ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? സന്തോഷായില്ലേ എല്ലാവർക്കും? വളരെ സന്തോഷം. എല്ലാവരും നന്നായിട്ട് ഹാപ്പി ആയിട്ട് ക്ലാസ് കൊടുക്കാം. ഓക്കെ, ക്യാമറ ഓൺ ചെയ്ത് സുന്ദരികളായിട്ടൊക്കെ വന്ന് നല്ല ടീച്ചേഴ്സ് ഒക്കെ ആയിട്ട് വന്ന് ക്ലാസ് തരണം കേട്ടോ. ഞാൻ ചുമ്മാ ഇരുന്ന് കേൾക്കാം. ഓക്കെ, ഞാൻ ക്യാമറ ഓൺ ചെയ്യാനില്ല. ഞാൻ എന്തായാലും ഉണ്ടാകും. എന്നെ കണ്ടുകൊണ്ട് ചിലപ്പോൾ ടെൻഷൻ അടിക്കണ്ട. സോ ഞാൻ ക്യാമറ ഓൺ ചെയ്യില്ല കേട്ടോ. ക്യാമറ ഓഫ് ചെയ്യും. അപ്പൊ ടീച്ചേഴ്സ് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് ക്ലാസ് എടുക്കുക. ഓക്കെ, Good afternoon, everyone. Good afternoon, Miss. Thank you, Miss, for your valuable guidance and support. We are truly grateful for your time. Thank you for being a part of this class. Thank you so much, and thank you all my friends. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ് എല്ലാവരും ജോയിൻ ചെയ്യാം. ക്ലാസ് എങ്ങനെ എടുക്കുന്നു അത് കണ്ട് പഠിക്കാം, കറക്റ്റ് ചെയ്യാം. ഓക്കെ, ബാക്കി മെമ്പേഴ്സ് ഒന്നും വിഷമിക്കണ്ട കേട്ടോ. ബാക്കി ഗ്രൂപ്പിൽ ആഡ് ചെയ്യാത്തവർ വിഷമിക്കണ്ട. ഈ ചാപ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, നമുക്ക് പരിഹരിക്കാം, സോൾവ് ചെയ്യാം. So thank you all. See you on next class. Okay. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.